ഇതിലെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള കുന്നോത്തുപറമ്പ് ഡിവൈഎഫ്ഐയുടെ സെക്രട്ടറി ഷിജാലിനെ ഇതുവരെ പിടികൂടിയിട്ടില്ല. ഷിജാൽ പാർട്ടി നേതൃത്വത്തിന്റെ സംരക്ഷണത്തിലാണ് കഴിയുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അദ്ദേഹത്തെ ഇപ്പോൾ പാർട്ടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. മൊഴിയെല്ലാം പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കും അദ്ദേഹം പോലീസിന് മുമ്പാകെ ഹാജരാവുക. അപ്പോൾ കേരള പോലീസാണ് ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്കിൽ ഈ കേസ് അട്ടിമറിക്കപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോൾ ഈ കേസ് അന്വേഷണം ഇങ്ങനെയൊക്കെ മുമ്പോട്ട് പോകുന്നുണ്ട് എങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പാർട്ടി നേരിട്ട് ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കും. പ്രതികൾ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് കേരള പോലീസിന്റെ കയ്യിൽ നിന്ന് ഈ ബോംബ് നിർമ്മാണവും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും, ഇത് ആരെ കൊല്ലാനാണ് ഈ ബോംബ് നിർമ്മിക്കുന്നത്, ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ബോംബ് നിർമ്മാണം നടത്തിയത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി തെളിവുകൾ പുറത്തു വരണമെങ്കിൽ കേരള പോലീസ് അന്വേഷിച്ചാൽ സാധ്യമല്ല. അതുകൊണ്ട് ഈ കേസ് CBI ഏൽപ്പിക്കണമെന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അന്നാണ് യൂത്ത് ലീഗ് പ്രവർത്തകനായിരുന്ന മൻസൂറിനെ CPM-കാർ കൊന്നുകളഞ്ഞത്. മൻസൂറിന്റെ കൊലപാതകത്തിന്റെ 3ാം വാർഷിക സമയത്താണ് ഈ ബോംബ് നിർമ്മാണം നടക്കുന്നത്. സമീപ ദിവസങ്ങളിൽ ഷൈല ടീച്ചർക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ വേണ്ടി മൻസൂറിന്റെ കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള ജാബിർ, മറ്റൊരു പ്രതിയായിട്ടുള്ള വിപിന്റെ അച്ഛനും ഈ കൊലപാതക കേസിലെ പ്രതിയായ ജാബിറും അതുപോലെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള CPM-ലെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ധനഞ്ജയൻ, ഇവരെല്ലാം കൊല്ലപ്പെട്ട മൻസൂറിന്റെ വീട്ടിൽ കയറി ഷൈല ടീച്ചർക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നു. കൊലപാതക കേസിലെ പ്രതികൾ വോട്ട് ചോദിച്ച് ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറയുമ്പോൾ അവിടെ ഭീഷണിപ്പെടുത്തുന്നു. അതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മുസ്ലിം ലീഗ് പ്രവർത്തകനായിരുന്ന ഖാലിദ് ആ ഖാലിദിന്റെ 2 ഓട്ടോറിക്ഷകൾ കത്തിച്ചത്. സമാധാനപൂർവം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കരുത്, UDF പ്രവർത്തകർ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി, ഷാഫി പറമ്പിലിന് വേണ്ടി വോട്ട് ചോദിച്ച് രംഗത്തിറങ്ങരുത്, ഒരു ഭാഗത്ത് ഭീഷണിപ്പെടുത്തുക, മറുഭാഗത്ത് ഈ ഭീഷണി വകവെക്കാതെ ആരെങ്കിലും UDF-ന് വേണ്ടി രംഗത്തിറങ്ങിയാൽ തെരഞ്ഞെടുപ്പിന് ശേഷം അവരെ കൊന്നുകളയുക. അങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ ബോംബ് നിർമ്മാണം നടക്കുന്നത്. ഇത് എത്രയോ ദിവസങ്ങളായി ഈ ബോംബ് നിർമ്മാണം നടക്കുന്നു. ഈ ബോംബ് നിർമ്മിച്ച ബോംബുകൾ ഇതിനകം പല പ്രദേശങ്ങളിലേക്കും കൊടുത്തിട്ടുണ്ട്. ഇതേ പാനൂർ ഏരിയ കമ്മിറ്റിയിലാണ് 2015-ൽ ബോംബ് നിർമ്മാണം നടന്നത്. ആ ബോംബ് നിർമ്മാണത്തിൽ ഷൈജുവും സുബീഷും 2 പേർ കൊല്ലപ്പെട്ടു.